മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം അത് എന്ത് സേവനം നൽകിയതിനാണ് എന്നുള്ളതിന് ഒരു രേഖയും തെളിവും ഹാജരാക്കാൻ ആ കമ്പനിക്ക് സാധിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് സാധിച്ചിട്ടില്ല. അതിനർത്ഥം ഈ വാങ്ങിയ പണം കൈക്കൂലിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയുകയാണ്. കടലാസ് കമ്പനി ഉണ്ടാക്കി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് തീർച്ചയായിട്ടും അഴിമതിയാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ CMRL കമ്പനിയിൽ നിന്ന് എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും നൽകാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയുണ്ട്. കാരണം അങ്ങനെ ആവശ്യപ്പെടുന്നത് തന്നെ അപമാനമാണ്. ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല. മാത്രമല്ല, നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിലൊരു കരാറുണ്ടാക്കി ആ കരാറുണ്ടാക്കുന്നത് തെറ്റാണോ എന്നാണ്. എന്ത് കരാറാണ് ഉണ്ടാക്കിയെന്നുള്ളതിന്റെ എന്തെങ്കിലും രേഖ മുഖ്യമന്ത്രിയുടെ മകള് പുറത്തു കൊടുത്തോ? ഈ വിശദീകരണം ചോദിച്ച കമ്പനീസ് വകുപ്പിന്, കോർപ്പറേറ്റ് അഫയർസ് വകുപ്പിന്, ആ വകുപ്പിന് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ നിയമസഭയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഈ കാര്യം ഉന്നയിക്കുമോ എന്നാണ് അറിയേണ്ടത്. സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവകാശ ലംഘനമാണ്. അത് പാർലമെന്റ് ആണെങ്കിലും നിയമസഭയാണെങ്കിലും. ഈ അവകാശ ലംഘനത്തിന്റെ പേരിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് നടപടിക്രമങ്ങൾ പ്രതിപക്ഷം ആരംഭിക്കുമോ? ഈ പച്ചയായിട്ടുള്ള കൈക്കൂലിയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് വിശദീകരണം നൽകാനുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. വി ഡി സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ ഈ കമ്പനി നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരായിട്ട് CBIയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഒക്കെ അന്വേഷണം നടത്തണം എന്ന് കർണാടക സർക്കാർ ആവശ്യപ്പെടുമോ? ബാംഗ്ലൂരുള്ള ഒരു കമ്പനി, ആ കമ്പനി അഴിമതി കാണിച്ചു എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കർണാടക സർക്കാർ ആദ്യ നടപടികൾ കൈക്കൊള്ളണം, CBIയോട് ആവശ്യപ്പെടണം. ഈ വിഷയത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട്. മാത്രമല്ല, സംസ്ഥാന വ്യവസായ മന്ത്രി കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരക്ഷരം മിണ്ടാതിരിക്കുക. KSIDC പൊതുമേഖലാ സ്ഥാപനമാണ്. KSIDC ഉൾപ്പെടുന്ന KSIDCക്ക് ഷെയറുള്ള ഒരു കമ്പനിയാണിത്. ആ കമ്പനിക്കെതിരായിട്ട് കേന്ദ്ര കോർപ്പറേറ്റ് അഫയർസ് മന്ത്രാലയം ഈ തരത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ KSIDCക്ക് കൂടി പങ്കാളിത്തമുണ്ട്. KSIDC ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു? അതുകൊണ്ട് കേന്ദ്രവും CPMഉം തമ്മിൽ ധാരണയുണ്ടാക്കുന്നു എന്നൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ആര് തമ്മിലാണ് ധാരണ എന്നുള്ളത് ഇതിലൂടെ വളരെ വ്യക്തമായി. അങ്ങനെ ഒരു ധാരണ ഇല്ലെങ്കിൽ കർണാടക സർക്കാരിനോട് കോൺഗ്രസുകാർ ആവശ്യപ്പെടട്ടെ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് CBI അന്വേഷണം നടത്തണമെന്ന്.
അതുകൊണ്ട് കേന്ദ്രവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് CPM-ഉം കോൺഗ്രസും ചേർന്ന് ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആളുകളാണ്. നിയമസഭയിൽ ചർച്ച നടത്തി പ്രമേയം പാസാക്കിയതാണ്. ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഈ CBI-യെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണം പിൻവലിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുമോ എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. CBI-യുടെ അന്വേഷണത്തിന് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. ഇഡിക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ഇഡിക്ക് അന്വേഷിക്കാം, CBI-ക്ക് അന്വേഷിക്കാം, ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. കർണാടകത്തിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് കർണാടകത്തിലെ കോൺഗ്രസിന്റെ നിലപാട് വേറെയാണോ, കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി കോർപ്പറേറ്റ് മന്ത്രാലയം ഇത്രയും അന്വേഷണം നടത്തിയത് ഇവരാരും ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ. ഇവരുടെ ആരുടെയും ആവശ്യപ്രകാരമല്ല അന്വേഷണം നടത്തിയത്. മാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നപ്പോ CPM-ന്റെ നേതാക്കന്മാരും CPM നേതാക്കന്മാരുടെ ബന്ധുക്കളും മാത്രമല്ല ഇങ്ങനെ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതിന്റെയും തെളിവുകൾ വന്നിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത് എന്നും എനിക്കറിയില്ല. കേന്ദ്ര സർക്കാർ ആരും ആവശ്യപ്പെടാതെ തന്നെ ഇത്തരത്തിലുള്ള അഴിമതി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന്റെ തുടർ നടപടികളും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണം.